Kids Kingdom Online VBS 2026. Hello everyone. It's great to have you all this morning once again for our Kids Kingdom VBS program. കടന്നു വന്ന എല്ലാ കൂട്ടുകാർക്കും കിഡ്സ് കിങ്ഡം ഓൺലൈൻ വിബിഎസിലേക്ക് സ്വാഗതം. അതോടൊപ്പം താങ്ക് യു ഓൾ ഫോർ ടേക്കിംഗ് ദ ടൈം ടു കം ഹിയർ ടുഡേ. We are sure that എല്ലാ പ്രോഗ്രാംസും നിങ്ങൾക്ക് ഒരു ബ്ലെസ്സിംഗ് ആയി തീരും. അല്ല ശാര ചേച്ചിയെ കണ്ടപ്പോ ചോദിക്കണമെന്ന് വിചാരിച്ച ചേച്ചി എന്താ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നത്? ഓ ആയിനാ, ചേച്ചിയുടെ എക്സാം ഒക്കെ കഴിഞ്ഞ് വെക്കേഷൻ ആയല്ലേ? സന്തോഷം വരാതിരിക്കുക ഹെപ്സിബ. കിഡ്സ് കിങ്ഡത്തിലെ കൂട്ടുകാരെ കാണുവാനും പുതിയ പാട്ടുകളും കഥകളും വാക്യങ്ങളും ഒക്കെ പഠിക്കാൻ പറ്റുമല്ലോ. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ചേച്ചി. ചേച്ചി പറഞ്ഞതുപോലെ എനിക്കും പുതിയ പാട്ടുകളും വാക്യങ്ങളും കഥകളൊക്കെ പഠിക്കാൻ പറ്റുമല്ലോ. അല്ല ചേച്ചി ഇത്രയും വർഷം വിബിഎസിൽ എന്തൊക്കെയാ പഠിച്ചത്? All the years ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. One of the most important thing is, as Rawal Hill says, prayer is the breath of a newborn soul and there can be no Christian life without prayer. I completely agree with you ചേച്ചി. Prayer is the most important part in our Christian life. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാം നമുക്കൊരു പ്രാർത്ഥനയോടെ തുടങ്ങാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവ്, VBSന്റെ ആരംഭ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളെയും മാതാപിതാക്കളെയും ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ VBS അവർക്ക് അനുഗ്രഹപ്രദമായി തീരുവാൻ സഹായിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പാട്ടുകൾ നമുക്കിനി പഠിച്ചാലോ? എല്ലാവരും പഠിക്കണേ. അപ്പോൾ നമുക്കിനി പാട്ടിലേക്ക് പോയാലോ? Kids Kingdom Online VBS 2026. കിഡ്സ് കിങ്ഡം ഓൺലൈൻ വീണ്ടും വന്നെത്തി കൂട്ടുകാരെ. 3 ദിനങ്ങൾ ആമോദമാക്കാൻ വാ കൂട്ടുകാരെ. കിഡ്സ് കിങ്ഡം ഓൺലൈൻ VBS പിതാക്കന്മാരുടെ ജീവിത കഥയും പാട്ടും കളികളുമായി അവധിക്കാലം ആഘോഷമാക്കാം കൊച്ചു കൂട്ടുകാർ. കിഡ്സ് കിങ്ഡം ഓൺലൈൻ VBS പിതാക്കന്മാരുടെ ജീവിത കഥയും പാട്ടും കളികളുമായി അവധിക്കാലം ആഘോഷമാക്കാം കൊച്ചു കൂട്ടുകാരെ. Kids Kingdom Online VBS 2026. Kids Kingdom Online VBS 2026. നല്ല നോഹ, ദൈവം പറഞ്ഞത് കേട്ട നോഹ വലിയൊരു പെട്ടകമുണ്ടാക്കി പ്രളയത്തിൽ നിന്നു രക്ഷ നേടി. എന്തൊരു സന്തോഷം, ദൈവം കൂടെയുണ്ടെങ്കിൽ ദൈവ കൽപ്പന
സന്തോഷം. ദൈവം കൂടെയുണ്ടെങ്കിൽ പ്രതികൂലത്തിൽ നടുവിലായാലും കൺമണിയായി കാക്കും നമ്മെ. Kids Kingdom Online VBS 2026. മനോഹരമായ പാട്ടുകൾ നിങ്ങൾ പഠിച്ചല്ലോ. എല്ലാവർക്കും പാട്ടുകളൊക്കെ ഇഷ്ടമായില്ലേ? ഇനി വാക്യം പഠിപ്പിക്കാനായിട്ട് വിൻസെന്റ് നിങ്ങൾക്കായി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇനി വാക്യം പഠിക്കാനായി പോയാലോ? കിഡ്സ് കിൻഡം VBSലേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം. കൂട്ടുകാരെല്ലാവരും സുഖമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണല്ലോ. യെസ്, കുറച്ച് നാളുകൾക്ക് ശേഷം നമുക്കെല്ലാവർക്കും ഈ നിലയിൽ ഒന്നിച്ചു കൂടുവാൻ വലിയവനായ ദൈവം ഇടയാക്കി. എല്ലാ മഹത്വവും നമുക്ക് കർത്താവിന് അർപ്പിക്കാം. ഇന്ന് VBSന്റെ എത്രാം ദിവസവും? ഫസ്റ്റ് ഡേ ആണല്ലേ. ഇതുവരെയും നിങ്ങൾ നല്ല നല്ല പാട്ടുകൾ പഠിച്ചു. ഇനി എന്താ പഠിക്കാനായിട്ട് പോകുന്നത്? യെസ്, നമ്മളിനി വാക്യം പഠിക്കാനായിട്ട് പോവുകയാണ്. കൂട്ടുകാരെല്ലാവരും വാക്യം പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണെന്ന് ആൻറ്റിക്ക് അറിയാം. ഇന്ന് കൂട്ടുകാരെ ആൻറ്റി പഠിപ്പിക്കാൻ പോകുന്ന വാക്യം ഏതാണെന്നോ? എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യമാണ്. കൊച്ചു കൂട്ടുകാർക്ക് പോലും പെട്ടെന്ന് പഠിക്കാനായിട്ട് പറ്റുന്ന ഒരു കൊച്ചു വാക്യമാണ് ആൻറ്റി ഇന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നത്. എല്ലാവരും വാക്യം പഠിക്കാൻ റെഡിയായോ? ഓക്കെ, ആൻറ്റി വാക്യം നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങളെല്ലാവരും സ്ക്രീനിൽ നോക്കി നല്ല ശബ്ദത്തിൽ പറയണം കേട്ടോ. ആൻറ്റി ആദ്യം വാക്യം നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. ആൻറ്റി ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. കൂട്ടുകാരെ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആൻറ്റി വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ആൻറ്റി ആദ്യം വായിച്ചത് എന്താ? വിശ്വാസം എന്നതോ. എന്താ കൂട്ടുകാരെ വിശ്വാസം എന്ന് പറഞ്ഞാൽ? ആശിക്കുന്നതിൻ്റെ ഉറപ്പും. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നാം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നാം ആശിക്കുന്ന കാര്യം നമുക്ക് ലഭിച്ചു എന്ന് നാം ഉറച്ചു വിശ്വസിക്കുന്നതും പിന്നെയോ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. എന്താ ഈ കാണാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ? കാണാത്ത ദൈവത്തെ നാം വിശ്വസിക്കുന്നതാണ് വിശ്വാസം. അപ്പോൾ നമുക്ക് ഈ വാക്യം ഒന്ന് പഠിച്ചാലോ? ഓക്കെ, ആൻറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരുമ്പോൾ നല്ല ശബ്ദത്തിൽ സ്ക്രീനിലേക്ക് നോക്കി നിങ്ങൾ പറയണേ. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. എബ്രായർ 11:1. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. എല്ലാവരും നല്ല ശബ്ദത്തിൽ ഒന്നുകൂടെ പറഞ്ഞേ. എബ്രായർ 11:1. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. എല്ലാ കൂട്ടുകാരും നല്ല ശബ്ദത്തിൽ പറഞ്ഞു. എല്ലാ കൂട്ടുകാരും പഠിച്ചു എന്നും ആൻറ്റി വിശ്വസിക്കുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യാനായിട്ട് പോകുന്നത്? കഥ കേൾക്കാനായിട്ട് പോവുകയാണല്ലേ. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കഥയുമായിട്ട് സജിയങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് സജിയങ്ങളുടെ അടുത്തേക്ക് പോയാലോ? Kids Kingdom Online VBS 2026. ഹായ് കൂട്ടുകാരെ, കിഡ്സ് കിങ്ഡം VBSലേക്ക് സ്വാഗതം. നിങ്ങൾ അതിമനോഹരമായ ഒരു വാക്യം പഠിച്ചു.
യഹോവ നീതിമാന്മാരെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. പരിച കൊണ്ടെന്ന പോലെ ദയ കൊണ്ട് അവനെ മറയ്ക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മെ നീതീകരിക്കുന്ന ദൈവം നമ്മെ പരിപാലിക്കും, നമ്മെ സൂക്ഷിക്കും എന്നാണ് നിങ്ങൾ പഠിച്ചത്. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന കഥ നോഹയെക്കുറിച്ചുള്ള കഥയാണ്. നോഹയപ്പച്ചനെ അറിയാത്തവരാരുമില്ല അല്ലേ? നോഹ പെട്ടകം പണിതതും പെട്ടകത്തിലൂടെ നോഹയും കുടുംബവും രക്ഷ പ്രാപിച്ചതും നിങ്ങൾക്ക് നന്നായിട്ടറിയാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിലും നോഹയുടെ ജീവിതത്തിൽ നിന്നും ചില പാഠങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നോഹ ജീവിച്ചിരുന്നത് ആദ്യ മാതാപിതാക്കളായ ആദമും ഹൗവയ്ക്കും ശേഷം ഏകദേശം 1656 വർഷം ആയപ്പോഴാണ് നോഹയുടെ കാലത്തെ പ്രളയം ഉണ്ടായത്. അതുകൊണ്ട് ഏകദേശം 1000-ലധികം വർഷം ആദാമിന് ശേഷം ഭൂമിയിൽ ജനങ്ങൾ വർദ്ധിച്ചു പെരുകുകയായിരുന്നു. നാം ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലാണ് നോഹയുടെ കഥ തുടങ്ങുന്നതായിട്ട് കാണുന്നത്. നോഹയുടെ കാലത്തുണ്ടായ പ്രളയവും നോഹയുടെ കുടുംബത്തിൻ്റെയും കാര്യങ്ങൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം മുതൽ 9-ാം അധ്യായം വരെയുള്ള വേദഭാഗങ്ങളിൽ വായിക്കുന്നു. നോഹയെക്കുറിച്ച് എബ്രായ ലേഖനം 11-ൽ പറഞ്ഞിരിക്കുന്ന വാക്യം ഒന്ന് വായിച്ച് ഞാൻ നിങ്ങൾക്ക് ചില പാഠങ്ങൾ നോഹയുടെ ജീവിതത്തിൽ നിന്നും പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിലാണ് നമുക്ക് നോഹയെക്കുറിച്ച് കാണുവാൻ കഴിയുന്നത്. ഞാൻ ആ വാക്യം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കട്ടെ. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു, വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. നോഹയെക്കുറിച്ച് നമുക്ക് 4 പാഠങ്ങൾ ഈ വേദഭാഗത്ത് നിന്നും കാണാം. ഒന്നാമത് നമ്മൾ കണ്ടത് വിശ്വാസത്താൽ നോഹയ്ക്ക് അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായി എന്നാണ്. എന്നാൽ ഈ വാക്യം നാം ഇംഗ്ലീഷിൽ ശ്രദ്ധിക്കുമ്പോൾ ഗോഡ് വാണ്ട് ഹിം, അവന് ദൈവം മുന്നറിയിപ്പ് നൽകി എന്നാണ് കാണുന്നത്. ഞാൻ ആ കാര്യം കൂടെ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ബൈ ഫെയ്ത്ത് Noah being warned by God about things not yet seen. അതുവരെ കാണാത്ത കാര്യത്തെക്കുറിച്ച് ദൈവം നോഹയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തു എന്നാണ് നാം ഈ വാക്യത്തിൽ കാണുന്നത്. അതെ, ദൈവം മുന്നറിയിപ്പ് നൽകുന്ന ഒരു വ്യക്തി. ദൈവം നോഹയ്ക്ക് മുന്നറിയിപ്പ് നൽകിയെന്ന്. എന്താണ് നോഹയ്ക്ക് മുന്നറിയിപ്പ് നൽകേണ്ടതിൻ്റെ ആവശ്യകത? നാം ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ശേമിൻ്റെ വംശപരമ്പര വർദ്ധിച്ചു പെരുകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കയീനിൻ്റെ വംശപരമ്പരയും വർദ്ധിച്ചു പെരുകുകയാണ്. അങ്ങനെ തലമുറകൾ ഭൂമിയിൽ പെരുകി. നാം ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ കാണുന്നത് ജനം ഭൂമിയിൽ പെരുകി തുടങ്ങി എന്നാണ്. ശരിക്കും പറഞ്ഞാൽ അന്ന് ഈ ഭൂമി ജനത്തെ കൊണ്ട് നിറഞ്ഞു വരുന്ന ഒരു കാലമായിരുന്നു. ഇന്ന് ഭൂമിയിലുള്ളതുപോലെ ആളുകൾ ഭൂമിയിൽ നിറഞ്ഞ ഒരു കാലം. ജനം വർദ്ധിച്ചു പെരുകുകയാണ്. കാരണം എന്താണ്? അന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾ വളരെ പ്രായമുള്ളവരുണ്ടായിരുന്നു. നോഹയുടെ കാലത്തെ പ്രളയമുണ്ടായപ്പോൾ അതുവരെ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഏറ്റവും പ്രായമുള്ള ആളിൻ്റെ പ്രായം 969 വയസ്സായിരുന്നു, മെഥൂശലഹ്. അപ്പോൾ വലിയ പ്രായത്തിലുള്ള ആളുകൾ, വാർദ്ധക്യത്തിലുള്ള ആളുകൾ ഒത്തിരി ഭൂമിയിലുണ്ട്. മരിക്കാൻ ഒത്തിരി കാലമെടുക്കും. അങ്ങനെ ഭൂമിയിൽ ജനം പെരുകി നിറഞ്ഞ ഒരു കാലം. ദൈവം എന്തിനാണ് നോഹയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തത്? പ്രിയ കൂട്ടുകാരെ, നാം ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ അന്ന് ജനം വർദ്ധിച്ചു പെരുകിയെങ്കിലും അവർ പാപത്തിൽ പെരുകുകയായിരുന്നു എന്ന് നാം കാണുന്നു. ഓരോ മനുഷ്യനും അവന് ബോധിച്ച സ്ത്രീകളെയൊക്കെ ഭാര്യമാരായിട്ട് എടുക്കുന്ന ഒരു ദുഷിച്ച കാലം. ഓരോ മനുഷ്യന്റെ ഹൃദയത്തിലെ ചിന്ത വളരെ ദോഷമുള്ള കാലം. മനുഷ്യൻ ക്രൂരന്മാരായി
അനേകരെ കൊന്നൊടുക്കുന്ന ഒരു കാലം. അന്ന് അവർ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കി അന്യോന്യം യുദ്ധം ചെയ്ത് ഓരോരുത്തരും ക്രൂരമായി മറ്റുള്ളവരെ കൊന്നൊടുക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ ഭൂമി വഷളത്വം കൊണ്ട് നിറഞ്ഞു, ഭൂമി ദോഷം കൊണ്ട് നിറഞ്ഞു. സ്വർഗസ്ഥനായ നീതിമാനായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അവർ നീതിമാന്മാരായി വിശുദ്ധിയുള്ളവരായിട്ട് ജീവിക്കാനാണ്. എന്നാൽ സകല മനുഷ്യരും അവരുടെ സകല വഴികളിലും പാപികളായി തീർന്നപ്പോൾ ദൈവം ഭൂമിയെ നോക്കി. നോഹയെ ദൈവം കണ്ടു. തന്റെ മുമ്പാകെ നീതിമാനായി ജീവിക്കുവാൻ ശ്രമിക്കുന്ന നോഹ, അവൻ മറ്റുള്ളവരെ പോലെ അല്ല ജീവിക്കുന്നത്. പിതാക്കന്മാരിൽ നിന്നും ദൈവത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ നോഹ തൻ്റെ പിതാക്കന്മാർ ഭക്തിയിൽ ജീവിച്ചതുപോലെ ജീവിക്കുവാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. അതെ, ദൈവത്തിന് നോഹയോട് ദയ തോന്നി. അതുകൊണ്ട് ഏകദേശം 500 വയസ്സോളമായ നോഹയോട് ദൈവം ഒരു അരുളപ്പാട് നൽകുകയാണ്. ഒരു പ്രളയം ഉണ്ടാകുവാനായിട്ട് പോകുന്നു. അതുകൊണ്ട് ജീവരക്ഷ പ്രാപിക്കുവാനായിട്ട് നീ ഒരു പെട്ടകമുണ്ടാക്കണം. ആ പെട്ടകത്തിൽ നീയും നിന്റെ ഭാര്യയും നിന്റെ 3 മക്കൾ ശേം, ഹാം, യാഫേത്ത്, അവരും അവരുടെ ഭാര്യമാരും, അങ്ങനെ 8 പേർ അവർ കയറുവാനായിട്ട് ദൈവം അവനോട് പറഞ്ഞു. എന്നാൽ ദൈവം നോഹയ്ക്കൊരു ഉത്തരവാദിത്വം കൊടുത്തു. ഈ പെട്ടകം പണിയുന്ന സമയത്ത് തന്നെ അവന് ഒരു പ്രസംഗം നടത്തുവാനായിട്ടുള്ള ഒരു അവസരമുണ്ടായിരുന്നു. ബൈബിൾ നോഹയെക്കുറിച്ച് പറയുന്നത് നീതിപ്രസംഗിയായ നോഹ എന്നാണ്. ആ കാലത്തെ ആളുകളൊക്കെ ദുഷ്ടന്മാരായിട്ട് ജീവിക്കുമ്പോൾ, പാപം ചെയ്ത് ജീവിക്കുമ്പോൾ, വക്രതയിൽ ജീവിക്കുമ്പോൾ, വഷളത്വത്തിൽ ജീവിക്കുമ്പോൾ നോഹ മാത്രം നീതിപ്രസംഗിയായിരുന്നു, നീതിമാനായിരുന്നു, ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവനായിരുന്നു. എന്താ ഇവിടെ നാം കാണുന്നത്? ദൈവം നോഹയ്ക്ക് ഒരു വാണിംഗ് കൊടുത്തു. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്കും വാണിംഗ് കിട്ടാറില്ലേ? നിങ്ങളോട് നിങ്ങളുടെ പപ്പായും മമ്മിയും വാണിംഗ് തരാറില്ലേ? നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ റോഡിലൂടെ വാഹനം തുരുതുരാ പോകുമ്പോൾ പപ്പായും മമ്മിയും പറയത്തില്ലേ, മക്കളെ വഴിയിലൂടെ വാഹനം ഓടുന്നുണ്ട്, നിങ്ങൾ അതുകൊണ്ട് അങ്ങോട്ട് ഓടരുത് എന്ന്? മറ്റുള്ള വീട്ടിൽ പട്ടിയുണ്ടെങ്കിൽ ആ പട്ടിയുള്ള വീട്ടിലേക്ക് ഓടിപ്പോകരുത് എന്ന് പറയാറില്ലേ? പിന്നെ പപ്പായും മമ്മിയും പറയാറില്ലേ, മറ്റുള്ളവരുടെ വസ്തുക്കളൊന്നും മോഷ്ടിക്കരുത് എന്ന്? പപ്പായും മമ്മിയും പറഞ്ഞിട്ടില്ലേ, കള്ളം പറയരുത് എന്ന്? ചീത്ത വാക്കുകളൊന്നും പറയരുതെന്ന് പറഞ്ഞിട്ടില്ലേ? പക്ഷേ ഇങ്ങനെ വാണിംഗ് തരുമ്പോൾ ചിലപ്പോൾ നമ്മൾ അനുസരിക്കാതിരിക്കും, അല്ലേ? പക്ഷേ ഒരു വാഹനം പോകുന്ന വഴിയിലേക്ക് ഓടി ഇറങ്ങിയാൽ എന്ത് പറ്റും? നമ്മളെ വാഹനം ഇടിക്കും. ഒരു പട്ടിയുള്ള വീട്ടിലേക്ക് നമ്മൾ അറിയാതെ ഓടിച്ചെന്ന് കയറിയാൽ കടിക്കുന്ന പട്ടിയാണെങ്കിൽ കടിക്കില്ലേ? നമ്മൾ മറ്റൊരാളുടെ മോഷ്ടിച്ചാൽ, നമ്മൾ പിടിക്കപ്പെട്ടാൽ, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കള്ളൻ, കള്ളി എന്ന് മറ്റുള്ളവർ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ എത്ര ലജ്ജിതരായി തീരും? പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ മോശമായ വാക്കുകൾ പറഞ്ഞാൽ നമ്മൾ അപമാനിതരായി തീരും. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വാണിംഗ് തരുമ്പോൾ, മുന്നറിയിപ്പ് തരുമ്പോൾ നമ്മളത് അനുസരിച്ചില്ലെങ്കിൽ നമുക്കത് ദോഷമാണ്. അതുകൊണ്ടാണ് നമ്മുടെ മാതാപിതാക്കൾ പലപ്പോഴും നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ശിക്ഷിക്കുന്നത്. അതെന്തിനാണ്? നമ്മൾ നല്ലവരായി നല്ല ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ ഗുണപ്പെടുവാനായിട്ട് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ശിക്ഷിക്കുന്നതാണ്. ഇതുപോലെ ദൈവത്തെ നാം അനുസരിച്ചില്ലെങ്കിൽ, ദൈവവചനം അനുസരിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്നേഹവാനായ നമ്മുടെ പിതാവ് നമ്മളെയും ശിക്ഷിക്കും. മറന്നു പോകരുത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ദൈവം നിങ്ങൾക്ക് രോഗങ്ങൾ തരുന്നത്, ചില കഷ്ടങ്ങളൊക്കെ തരുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് അനുസരണക്കേട് കാണിക്കരുത് എന്നുള്ള ഒരു പാഠം നോഹയുടെ ജീവിതം കണ്ടിട്ട് നാം ഓർക്കണം. ഒന്നാമതായി ഞാൻ പറഞ്ഞത്, നോഹയ്ക്ക് ദൈവം മുന്നറിയിപ്പ് കൊടുത്തു. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ടൈറ്റാനിക്കിന്റെ കഥ കേട്ടിട്ടില്ലേ? ടൈറ്റാനിക്കിന്റെ കഥയിൽ എന്താണ് സംഭവിച്ചത്? എത്ര വലിയൊരു കപ്പലായിരുന്നു! അവിടെ ഒരു വലിയ ഐസ് മല, അതെ, ഒരു വലിയ മഞ്ഞുമല അതിങ്ങനെ ഒഴുകി വരുന്നു എന്ന് കപ്പിത്താൻ അറിവ് കിട്ടിയതാണ്. പക്ഷെ അതിനെ അവഗണിച്ചു. ആ ടൈറ്റാനിക് എന്ന വലിയ കപ്പലിലെ സകലരും അതിനകത്തേക്ക് മുങ്ങി ആ വെള്ളത്തിൽ നശിക്കുവാനായിട്ട് ഇടയായി തീർന്നു. മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്. നോഹയ്ക്ക് മുന്നറിയിപ്പ് കിട്ടിയപ്പോൾ നോഹ അത് കാര്യമായിട്ടെടുത്തു.
നോഹ ഏകദേശം 120 വർഷം നീതിപ്രസംഗിയായ നോഹ പ്രസംഗിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ആ കാലമൊക്കെ എടുത്ത് വലിയൊരു പെട്ടകമുണ്ടാക്കി. ദൈവം നോഹയോട് പറഞ്ഞു, നീ ഗോഫർ മരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കണമെന്ന്. നിങ്ങൾക്കറിയാമോ, ഇന്ന് അമേരിക്കയിൽ കെൻഡക്കി എന്ന് പറയുന്ന സ്ഥലം, അവിടെ നോഹയുടെ പെട്ടകത്തിൻ്റെ പോലെ ഒരു പെട്ടകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നോഹയുടെ പെട്ടകത്തിൻ്റെ ശരിക്കുമുള്ള ഒരു മോഡൽ. ഈ കെൻഡക്കി എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? ആർക്കാ അറിയാൻ വയ്യാത്തത്? KFC എന്ന് കേട്ടിട്ടില്ലേ? KFC തിന്നാത്ത ആരെങ്കിലും ഉണ്ടോ? കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ എന്നാണ് അതറിയപ്പെടുന്നത്. നിങ്ങൾ തിന്നുന്ന KFC, അത് ആദ്യം ആ ചിക്കൻ ഫ്രൈയുടെ കൂട്ടുണ്ടാക്കിയത് കെൻഡക്കിയിലുള്ള ഒരാളായിരുന്നു. ഇന്ന് ആ കെൻഡക്കിയിലേക്ക് ചെന്നാൽ അവിടെ മനോഹരമായ ഒരു വലിയ പെട്ടകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനത് കയറിയിട്ടുണ്ട് കേട്ടോ. ആ പെട്ടകം നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് വിശാലമായിട്ട് 2 പേര് ചേർന്ന് പിടിച്ചാലും പിടിമുറ്റാത്തതുപോലെയുള്ള വലിയ വൃക്ഷങ്ങൾ കൊണ്ടാണ് ആ പെട്ടകം പണിഞ്ഞിരിക്കുന്നത്. വലിയൊരു വൃക്ഷം ഒരു തൂണ് പോലെ നാട്ടി വെച്ചിരിക്കുന്നു. അടുത്തതായിട്ട് വീണ്ടും അതുപോലെ ഒരു തൂണ്, പിന്നിങ്ങനെ തൂണുകൾ വെച്ച് അതേ തട്ടായിട്ടുണ്ടാക്കിയ വലിയൊരു പെട്ടകം. ആ പെട്ടകത്തിനകത്തേക്ക് നമ്മൾ കയറിയാൽ ദൈവം നോഹയോട് പറഞ്ഞിരുന്നു, നീ സകല ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്നും 7 എണ്ണത്തിനെയും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് 2 എണ്ണത്തിനെയും വീതം ഈ പെട്ടകത്തിൽ കയറ്റണമെന്ന്. അതുകൊണ്ട് ദൈവം നോഹയോട് പറഞ്ഞതുപോലെ ഈ മൃഗങ്ങൾക്കെല്ലാം താമസിക്കുവാനായിട്ട് അറകൾ, മുറികൾ ഓരോന്നായിട്ട് നോഹയുണ്ടാക്കി. നോഹയുടെ 3 ആൺമക്കൾക്കും അവരുടെ ഭാര്യമാർക്കും താമസിക്കുവാനായിട്ട് മുറികളുണ്ടാക്കി. അവർക്ക് ആ നാളുകളിൽ പണി ചെയ്യുവാനായിട്ട് അവർക്ക് വർക്ക്ഷോപ്പുകൾ, അവരുടെ ജോലികൾ ഓരോന്നും ചെയ്യുവാനായിട്ട് മുറികളുണ്ടാക്കി. അവർക്ക് ഏകദേശം 1 വർഷത്തോളം ഈ പെട്ടകത്തിൽ താമസിക്കണമായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് ഈ നോഹയുടെ കഥയൊന്ന് വായിക്കണം കേട്ടോ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം മുതൽ 9-ാം അധ്യായം വരെ നിങ്ങൾക്ക് വായിക്കാൻ അറിയില്ലെങ്കിൽ പപ്പായോടോ മമ്മിയോടോ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ പറയണം. അവിടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, ഏകദേശം 377-ാം ദിവസമാണ് പെട്ടകത്തിൽ കയറിയിട്ട് ആ പെട്ടകത്തിൽ നിന്ന് നോഹയും കുടുംബവും പുറത്തിറങ്ങിയത്. എന്ന് പറഞ്ഞാൽ 1 വർഷത്തിലധികം നോഹയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും 3 ആൺമക്കളും അവരുടെ ഭാര്യയും, അങ്ങനെ 8 പേരടങ്ങിയ ഈ കുടുംബവും, അന്ന് ഉണ്ടായിരുന്ന സകല മൃഗങ്ങളും, അവർക്കൊക്കെ ഭക്ഷണം വേണമായിരുന്നു. ആ ഭക്ഷണം മുഴുവൻ ഈ പെട്ടകത്തിൽ കരുതണമായിരുന്നു. നോഹ എത്ര ശ്രദ്ധയോടെ, എത്ര അധ്വാനത്തോടെ ആയിരിക്കും ഈ പെട്ടകം പണിഞ്ഞുണ്ടാക്കിയതല്ലേ? നിങ്ങൾ ചിന്തിക്കണം. ഒരു വലിയ പെട്ടകം ഉണ്ടാക്കുവാൻ വളരെ സമയമുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ നോഹ ഒരു വലിയ ഉത്തരവാദിത്വം ചെയ്യുമായിരുന്നു. എന്താണ്? നോഹ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ച് അനേകർക്ക് മുന്നറിയിപ്പ് കൊടുക്കുമായിരുന്നു. അനേകരോട് പറഞ്ഞു, ഒരു പ്രളയം വരുന്നു, മഴ പെയ്യുവാനായിട്ട് പോകുന്നു. പക്ഷേ കേട്ടവരെല്ലാം നോഹയെ പരിഹസിച്ചതേ ഉള്ളൂ. നോഹയുടെ പ്രസംഗം കേട്ടിട്ട് ആരും മാനസാന്തരപ്പെട്ടില്ല. നോഹയുടെ പ്രസംഗം കേട്ട് ആരും പെട്ടകത്തിലേക്ക് വന്നില്ല. എന്നാൽ ദൈവം മുന്നറിയിപ്പ് കൊടുത്തതുപോലെ നോഹ താന് പെട്ടകത്തിൽ പ്രവേശിച്ചു. പ്രിയ കൂട്ടുകാരെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ടോ? ഈ ലോകം നശിക്കുവാൻ പോകുന്നു, ഈ ലോകവും അതിലുള്ളതൊക്കെയും നശിക്കുവാൻ പോകുന്നു, ഈ ലോകത്തിലെ പാപികളായ ജനത്തെ ദൈവം ശിക്ഷിക്കുവാൻ പോകുന്നു, കർത്താവായ യേശുക്രിസ്തു മടങ്ങി വന്ന് തൻ്റെ സഭയെ ചേർക്കുവാനായിട്ട് വരുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ടോ? യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കാത്തവരെ തീനരകത്തിലേക്ക് തള്ളിയിടും എന്ന് സുവിശേഷകന്മാർ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതേ, ഒരു തീനരകമുണ്ട്. നരകത്തെക്കുറിച്ച് ബൈബിളിൽ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞതിനേക്കാൾ അധികം നരകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നരകം ചാകാത്ത പുഴുവും കെടാത്ത തീയുമുള്ള സ്ഥലമാണ്.
അവിടെ ഏകാന്തതയുടെ സ്ഥലമാണ്, എന്നും ഒറ്റയ്ക്ക് പാർക്കണം, ഇരുട്ടിൻ്റെ സ്ഥലമാണ്, കരച്ചിലും പല്ലുകടിയുമുള്ള സ്ഥലമാണ്. നമുക്ക് അവിടെ ചെന്നാൽ നമ്മൾ ഇന്ന് ഇവിടെ വെച്ച് പറയും ഞാൻ അവിടോട്ട് പൊക്കോളാമെന്ന്. പക്ഷെ അവിടെ ചെന്നാൽ പപ്പായെ കാണാനൊക്കത്തില്ല, മമ്മിയെ കാണാനൊക്കത്തില്ല, ബ്രദേഴ്സിനെ കാണാനൊക്കത്തില്ല, സിസ്റ്റേഴ്സിനെ കാണാനൊക്കത്തില്ല. സാത്താനും അവന്റെ ദൂതന്മാരും ആ തീ നരകത്തിലുണ്ട്. നിങ്ങളും ഞാനും ഭീകരമായ അവസ്ഥയിലൂടെ കഴിയേണ്ടി വരും. അതുകൊണ്ടാണ് യേശു കർത്താവ് ക്രൂശിൽ മരിച്ച് നമുക്ക് രക്ഷയൊരുക്കിയത്. അത് വിശ്വസിക്കുന്നവർക്ക് സ്വർഗത്തിൽ പോകുവാൻ കഴിയും. എനിക്കിന്ന് ഒരു വിശ്വാസമുണ്ട്, യേശു ക്രിസ്തു എന്നെ രക്ഷിച്ചതുകൊണ്ട് ഞാൻ ആ നരകത്തിലേക്ക് പോകത്തില്ല, സ്വർഗത്തിൽ പോകും. കാരണം ദൈവം നരകത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് തന്നപ്പോൾ ഞാനത് കേട്ടു. യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ഞാൻ കേട്ടു, ഞാനത് വിശ്വസിച്ചു. പ്രിയമോനെ, പ്രിയമോളെ, നീ അത് വിശ്വസിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ വിശ്വസിക്കുവാനായിട്ട് ഇടയാകട്ടെ. അതുകൊണ്ട് ഒന്നാമതായിട്ട് നോഹ നമ്മളെ പഠിപ്പിക്കുന്നത് മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്. വിശ്വാസത്താൽ ദൈവം നൽകുന്ന മുന്നറിയിപ്പ് സ്വീകരിക്കണം എന്നാണ്. രണ്ടാമതായിട്ട് നമ്മൾ ഇവിടെ കാണുന്നത്, നോഹയ്ക്ക് മുന്നറിയിപ്പുണ്ടായപ്പോൾ അവൻ ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം പണിതു എന്നാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത് കാണുന്നത്, വിത്ത് റെവറൻസ് ഹി ബിൽറ്റ് ആൻ ആർക്ക്. ദൈവഭക്തി, ഭയഭക്തി, അത് നോഹയ്ക്ക് ഉണ്ടായിരുന്നു. ഇന്ന് നാം ജീവിക്കുന്ന ഈ ലോകം ഒരു ഭക്തികെട്ട ലോകമാണ്. നാം പാർക്കുന്ന ഈ ലോകം വിശ്വാസികളെ പരിഹസിക്കുന്ന ഒരു ലോകമാണ്. ചിലപ്പോൾ നിങ്ങളും സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ നിങ്ങളെ കൂട്ടുകാർ പരിഹസിക്കുന്നുണ്ടായിരിക്കും. ഞാനൊരു വിശ്വാസിയാണ് എന്ന് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോട് പറയുമ്പോൾ, യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു, യേശുക്രിസ്തു എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു എന്ന് കൂട്ടുകാരോട് പറയുമ്പോൾ കൂട്ടുകാർ നിങ്ങളെ ആക്ഷേപിക്കുന്നുണ്ടായിരിക്കും, കളിയാക്കുന്നുണ്ടായിരിക്കും, പരിഹസിക്കുന്നുണ്ടായിരിക്കും, പുച്ഛിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ഭാരപ്പെടരുത്. നമ്മളിവിടെ കാണുന്നത് നോഹ ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം പണിതു എന്നാണ്. അപ്പോൾ നമ്മൾ രണ്ടാമതായിട്ട് കാണുന്നത്, നമുക്ക് ദൈവഭയം ഉണ്ടെങ്കിൽ നമുക്ക് ആ ദൈവം പറയുന്നത് പോലെ പ്രവർത്തിക്കുവാൻ കഴിയും. അതെ, ബിക്കോസ് ഓഫ് ദ റെവറൻസ് ഹി ബിൽറ്റ് ആൻ ആർക്ക്. അവൻ്റെ ഭയഭക്തി നിമിത്തം അവനൊരു പെട്ടകമുണ്ടാക്കി. പ്രിയ കുഞ്ഞുങ്ങളെ, പെട്ടകമുണ്ടാക്കുന്നത് വളരെ കഷ്ടപ്പാടുള്ള പണിയാണ്. എത്ര ഗോഫർ മരം, എത്ര വലിയ വൃക്ഷങ്ങൾ അത് വെട്ടി താഴെയിടണമായിരുന്നു അല്ലേ? നോഹയും നോഹയുടെ മക്കളും എല്ലാ ദിവസവും പണി ചെയ്യുമായിരുന്നു. എത്ര വലിയ വൃക്ഷങ്ങളാണ് അവർ വെട്ടി താഴെയിട്ട് ഒരുക്കി പെട്ടകം പണിയുന്നത്. പ്രിയ കുഞ്ഞുങ്ങളെ, അവിടെ നമ്മൾ കാണുന്നത് ദൈവത്തെയാണ് അവർ ഭയപ്പെട്ടത്. ദൈവത്തിൻ്റെ വാക്കിനെ അവർ ഭയപ്പെട്ടു. ദൈവം നൽകിയ മുന്നറിയിപ്പിനെ അവർ ഭയപ്പെട്ടു. അതുകൊണ്ട് അവരവരുടെ പ്രവൃത്തി ചെയ്തു. പ്രിയമോനെ, പ്രിയമോളെ, നിന്റെ ജീവിതത്തിൽ നീ ദൈവത്തെ ഭയപ്പെടണം. ദൈവം നിന്നോട് ചെയ്യുവാൻ പറയുന്നത് നീ ചെയ്യണം. ദൈവം നമ്മളോട് പറയുന്നത് എന്താണ്? നമ്മൾ ഈ ഭൂമിയിൽ വഷളത്വം നിറഞ്ഞ, ഈ വക്രത നിറഞ്ഞ തലമുറയിൽ നമ്മൾ അനിന്യരായി പരമാർത്ഥികളായിട്ട് ജീവിക്കണമെന്നാ. മറ്റുള്ളവർ നമ്മളെ കുറ്റം പറയുവാൻ ഇടയാകരുത്. മറ്റുള്ളവർ നമ്മളെ നീ ചെയ്യുന്നത് തെറ്റാണ്, നീ വിശ്വാസിയല്ല, വിശ്വാസിയായി നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഒക്കുമോ എന്ന് ചോദിച്ച് നമ്മളെ ആക്ഷേപിക്കുവാൻ നമ്മൾ ഇടം കൊടുക്കരുത്. അതുകൊണ്ട് ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ സത്യം സംസാരിക്കണം. സത്യമേ സംസാരിക്കാവൂ. കള്ളം പറയരുത്. ദോഷമായ വാക്കുകളൊന്നും ഉപയോഗിക്കരുത്. അങ്ങനെ നിങ്ങളും ഞാനും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നോഹ നമ്മളെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠം അതാണ്. ഭയഭക്തി പൂണ്ട് അവൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം പണിതു. അതുപോലെ നിങ്ങളും ഞാനും നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടി നാം പ്രവർത്തിക്കണം. എങ്ങനെയാണ്? നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ചെയ്യണം. യേശുവിനെ ആദ്യം രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിക്കണം. എന്നിട്ട് ഈ ലോകത്തിൽ കർത്താവ് പറഞ്ഞതുപോലെ പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകണം. നമ്മുടെ വിശ്വാസം പ്രവൃത്തിയിൽ നമ്മൾ കാണിക്കണം. നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്നു, ദൈവവചനത്തിൽ വിശ്വസിക്കുന്നു, യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നു എന്നൊക്കെ പറയുന്നത് നമ്മുടെ പ്രവൃത്തിയിലൂടെ നമ്മൾ കാണിക്കുവാനായിട്ട് ഇടയായിത്തീരണം. അതെ, നോഹയിൽ നിന്നും നാം പഠിക്കുന്ന രണ്ടാമത്തെ പാഠം അതാണ്. മൂന്നാമതായി നാം കാണുന്നത്, അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു എന്നാണ്.
പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളും ഞാനും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവം നമ്മളിലൂടെ ഈ ലോകത്തോട് സംസാരിക്കുന്നുണ്ട്. അതെ, നിങ്ങളും ഞാനും ഇവിടെ ജീവിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം മറ്റുള്ളവരോട് സംസാരിക്കുന്നത്. മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കുന്നില്ലേ? നോഹ അന്ന് നീതിമാനായി ജീവിച്ചു. അവൻ ജീവിക്കുന്നത് കണ്ടിട്ട് മറ്റുള്ളവർ അവനെ പരിഹസിക്കുകയായിരുന്നു. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. ഇവിടെ പത്രോസ് പറയുകയാണ്, പ്രിയമുള്ളവരെ, സന്ദർശന ദിവസത്തിൽ ജാതികൾ, കർത്താവില്ലാത്തവർ, ദൈവമില്ലാത്തവർ, രക്ഷിക്കപ്പെടാത്തവർ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ നടപ്പ് നല്ലതായിരിക്കണം. ജാതികൾ നിങ്ങളെ ദുഷിക്കും. നമ്മളിവിടെ പ്രവാസികളും പരദേശികളുമാണ്. പക്ഷെ ഒരു ദിവസം വരും, അതാണ് സന്ദർശന ദിവസം. കർത്താവ് നമ്മളെ വന്ന് തൻ്റെ സന്നിധിയിൽ ചേർക്കും. ഈ ലോകം കൈവിടപ്പെടുകയാണ്. ഈ ലോകത്തെ കർത്താവ് ന്യായവിധിക്കാൻ പോവുകയാണ്. അന്ന് ഈ ലോകം പറയും, നിങ്ങളും ഞാനും നല്ലവരായിരുന്നു എന്ന്. അതുകൊണ്ട് നോഹ ഇവിടെ നീതിമാനായിട്ട് ജീവിച്ചു. ലോകത്തിലുള്ളവരെല്ലാം ദുഷ്ടന്മാരായി ജീവിക്കുമ്പോൾ നോഹ നീതിമാനായി ജീവിച്ചു, വിശ്വാസത്താൽ ജീവിച്ചു. അതുകൊണ്ട് നോഹ ലോകത്തെ കുറ്റം വിധിച്ചു എന്ന് എബ്രായ ലേഖനം 11:7 നാം കാണുന്നു. അതുകൊണ്ട് നോഹയുടെ ജീവിതം നമ്മളോട് പറയുകയാണ്, ഈ ലോകത്തിൽ മറ്റുള്ളവർ നമ്മളെ എത്ര ദുഷിച്ചാലും നമ്മളുടെ നടപ്പ് നല്ലതായിരിക്കണം. സ്കൂളിൽ നിങ്ങൾ നന്നായി നടക്കുന്നുണ്ടോ? വീട്ടിൽ നിങ്ങളുടെ പെരുമാറ്റം എങ്ങനെയുണ്ട്? മാതാപിതാക്കൾ നിങ്ങളെക്കുറിച്ച് നല്ല കാര്യങ്ങളാണോ പറയുവാൻ ഇടയാകുന്നത്? ടീച്ചേഴ്സും കൂട്ടുകാരും നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്നുണ്ടോ? നിങ്ങൾ നന്മ ചെയ്യണം, നല്ലത് പ്രവർത്തിക്കണം. നിങ്ങളുടെ പ്രവൃത്തി കണ്ട് ഇന്ന് മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നിങ്ങൾ ഇടയാക്കണം. നിങ്ങളെ ദുഷിക്കുന്നവർ ഒരു ദിവസം പറയും, നമ്മുടെ കർത്താവ് നമ്മളെ ഇവിടെ നിന്ന് കൊണ്ടുപോയി കഴിയുമ്പോൾ നമ്മൾ നല്ലവരായിരുന്നു എന്ന് പറയുവാനിടയാകും. അതിന് ദൈവം ഇടയാക്കട്ടെ. 4-മതായിട്ട് നോഹയുടെ ജീവിതത്തിൽ നിന്ന് ഒരു പാഠം കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. അവിടെ നാം കാണുകയാണ്, വിശ്വാസത്താൽ അവൻ നീതിക്ക് അവകാശിയായി തീർന്നു. അതെ, there was a reward for his faith. അവൻ്റെ വിശ്വാസത്തിന് ഒരു പ്രതിഫലം ഉണ്ടായിരുന്നു. ഗോഡ് ഈസ് റൈച്ചിയസ്. ദൈവം നീതിമാനാണ്. ഈ നോഹ നീതിക്ക് അവകാശിയായി തീർന്നു എന്ന് പറഞ്ഞാൽ ദൈവം നോഹയെ നീതിമാൻ എന്ന് പറഞ്ഞു. നോഹ അവൻ്റെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. ദൈവം നോഹയെ രക്ഷിച്ചു. തന്നെയുമല്ല, ദൈവം പറയുകയാണ് നോഹ നീതിമാനായിരുന്നു എന്ന്. പ്രിയ കുഞ്ഞുങ്ങളെ, ഈ ലോകത്തിൽ, വഷളത്വം പെരുകുന്ന ഈ ലോകത്തിൽ നീതിയുള്ളവരായിട്ട് ജീവിപ്പാൻ ദൈവം നമുക്കിടയാക്കട്ടെ. നാം റോമാലേഖനം 5-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടു എന്ന്. അതെ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരായി നാം തീർന്നു. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ നീതീകരിക്കുന്നതാണ്. നോഹയുടെ വിശ്വാസം നോഹയെ നീതീകരിച്ചു. കർത്താവിൽ വിശ്വാസമുള്ളവരായി ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രിയ കുഞ്ഞെ, നിന്റെ ജീവിതം വിശ്വാസത്താലാണെങ്കിൽ നോഹയെ പോലെ ദൈവം നിന്നെ നീതീകരിക്കും. മറ്റുള്ളവരൊക്കെ നമ്മളെ കുറ്റം പറയുമ്പോൾ നമ്മെ നീതിമാന്മാരെന്ന് ദൈവം പ്രഖ്യാപിക്കും. ഇങ്ങനെയുള്ള നല്ല പദവി, ഒരനുഗ്രഹം ഉണ്ടാകുവാൻ, കർത്താവിനോടുകൂടെ നിത്യം വസിക്കുവാൻ, സ്വർഗത്തിൽ നിത്യം വാഴുവാൻ ദൈവം പ്രിയ കുഞ്ഞെ നിനക്കും കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ നോഹയുടെ കഥയിൽ നിന്നും നാം പഠിച്ച പാഠം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.